പ്രിയ ഉദ്യോഗാർത്ഥികളെ, കേരള PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷ നടക്കാൻ പോവുകയാണ്. +2 ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറി നടക്കാൻ പോവുകയാണ്. 10ാം തരം പ്രിലിമിനറി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പോൾ 10ാം തരം മെയിൻ പരീക്ഷയ്ക്കും +2 ലെവൽ പ്രിലിമിനറിക്കും മെയിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കും മെയിനും സഹായമാകുന്ന രീതിയിൽ ഭരണഘടനയുടെ ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട കുറച്ച് ഉദ്യോഗാർത്ഥികൾ മെസ്സേജുകൾ അയച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സീരീസ് വീണ്ടും ആരംഭിക്കുന്നത്. മുമ്പ് ഞാൻ ഭരണഘടനയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് മുമ്പ് ചെയ്ത ക്ലാസ്സുകളാണ്. അതിൽ ചിലതൊക്കെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് അപ്ഡേഷന്റെ ചില പോരായ്മകളൊക്കെ അത്തരം ക്ലാസ്സുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം എല്ലാ തരത്തിലുള്ള പോരായ്മകളെയും നികത്തിക്കൊണ്ട് എന്താണോ കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കും +2 ലെവൽ പരീക്ഷയ്ക്കും 10th ലെവൽ പരീക്ഷയ്ക്കും ഭരണഘടനയിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന PSC പറഞ്ഞിരിക്കുന്ന സിലബസ് പ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് ഒന്ന് പ്രതിനിധി സഭയാണ്. ആദ്യം തന്നെ പറയുന്നത് പ്രതിനിധി സഭ, ഓക്കെ. കൂടാതെ 2 ആമുഖം, 3 മൗലിക അവകാശങ്ങൾ, 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, 5 മൗലിക കടമകൾ, 6 പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, 7 ഭേദഗതികൾ. നിങ്ങൾ സിലബസ് വായിച്ചാൽ അറിയാം. 8 പഞ്ചായത്തി രാജ്, 9 ഭരണഘടനാ സ്ഥാപനങ്ങൾ, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് PSC പഠിക്കാൻ വേണ്ടി സിലബസിനകത്ത് തന്നിരിക്കുന്നത്. എൻ്റെ എഴുത്ത് നോക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ടോപ്പിക് പ്രതിനിധി സഭയാണ്. പിന്നീട് പറഞ്ഞിട്ടുള്ള ഈ ആമുഖം മുതൽ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും നമ്മളിവിടെ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ഈ സീരീസ് ആദ്യം മുതൽ അവസാനം വരെ കാണാം. ഇതെങ്ങനെയാണ് ഈ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഭാഗം ക്ലാസ് വളരെ ഡീപ്പായിട്ട് പരീക്ഷയ്ക്ക് ആവശ്യമായ ഡിഗ്രി ലെവൽ പോലും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ മുഴുവൻ പോയിന്റ് ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ് ആയിരിക്കും. രണ്ടാമത്തെ ഭാഗം ഇതേ ഭാഗത്തിന് തന്നെ രണ്ടാമതൊരു ഭാഗം ഉണ്ടാവും. രണ്ടാമത്തെ ഭാഗത്ത് ഈ വിഭാഗത്തിൽ നിന്ന് മാത്രം കഴിഞ്ഞ കാലങ്ങളിൽ 15 വർഷത്തിനുള്ളിൽ PSC ചോദിച്ച ഒരു 40 50 ചോദ്യങ്ങൾ, അറൗണ്ട് 40 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗം കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, തൊട്ടടുത്ത വീഡിയോ കാണണം. കാരണം എന്താ, ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് തെറോ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു അധ്യായം എന്താണ് ഭരണഘടനയുടെ നിർമ്മാണ സഭ, അതല്ലെങ്കിൽ പ്രതിനിധി സഭ എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് PSC സിലബസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഭരണഘടന നിർമ്മാണ സഭ തന്നെയാണ്. അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് PSCക്ക് പഠിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും ഇതാ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്ലാസ് നല്ല വൃത്തിയിൽ ആദ്യ അവസാനം കാണുക, അതിനുശേഷം അടുത്ത അധ്യായം കാണുക. അടുത്ത അധ്യായത്തിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർമ്മാണ സഭ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കാതെ പോകാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്ലാസ്സുകളെല്ലാം SCERT കൂടി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. നോക്കിയാൽ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ട്. അപ്പൊ ഭരണഘടനയ്ക്ക് വേണ്ടി ഒരു നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ട്, അല്ലെ? കുറെ പ്രതിനിധികളുടെ ഒരു പ്രതിനിധി സഭ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എന്നാണ്? ശ്രദ്ധിക്കുക, ഇതൊക്കെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ മാസം 9 ചേർന്നു. ഇതിന്റെ മുമ്പിലും പുറകിലുമായിട്ടുള്ള ചില ഡേറ്റുകൾക്ക് പ്രാധാന്യമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. അന്ന് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. അപ്പോൾ 1946 ഡിസംബർ 9 ഒരു മീറ്റിംഗ് നടന്നു. അതായിരുന്നു ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ സമ്മേളനം. അതിനു മുമ്പേ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ സച്ചിദാനന്ദ സിൻഹയായിരുന്നു അധ്യക്ഷൻ, അല്ലെ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു.
പിന്നീട് സ്ഥിരം അധ്യക്ഷനായിട്ട് തൊട്ടടുത്ത സമ്മേളനത്തിൽ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ കമ്മിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഈ ചിത്രത്തിൽ തന്ന ആളാണ്. ആരാണത്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാലേ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് അഥവാ കരട് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ഡേറ്റ് ഏതാണെന്ന് ചോദിക്കും. അത് 1949 നവംബർ 26. ഈ നവംബർ 26 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഭരണഘടനാ ദിനമാണ്. ഈ ദിനം ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് മറ്റൊരു ഡേറ്റിലാണ്. ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്ന് മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഇത്രയും കാര്യങ്ങൾ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ തുടക്കത്തിൽ, ഈ അധ്യായത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട അധ്യായത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി. ഇതിൽ നിന്ന് നമുക്ക് വളരെ മർമ്മപ്രധാനമായ ചില പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെയാണ്? 1. ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് എന്ന് ഉത്തരം കിട്ടിയില്ലേ? 2. ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ് ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെന്താ പോയിന്റ് കിട്ടിയത്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് 1950 ജനുവരി 26 അതുപോലെ തന്നെ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26 ഇത്രയും പോയിന്റുകൾ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച പോയിന്റുകളാണ്. നിസ്സാരമായ അടിസ്ഥാന പോയിന്റുകളാണ്. ഇതെല്ലാം ഈ ഒരൊറ്റ ഭാഗത്ത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ കാണേണ്ടതുണ്ട്. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും +2 ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും എന്തിന് 10ാം തരം മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ഭാഗം യൂസ്ഫുൾ ആണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ പോയിന്റുകൾ 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭ ആണ്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരൂ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ക്യാബിനറ്റ് മിഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഒരു ടീമാണ്. ആരൊക്കെയായിരുന്നു? ഒന്ന് പെട്രിക് ലോറൻസ്. ശ്രദ്ധിക്കുക, ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ ഒരു സ്വന്തം പരമാധികാര രാജ്യമാക്കുന്നതിന്റെ പുറകിൽ ബ്രിട്ടീഷുകാർ, അതിനുവേണ്ടി ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ കീഴിൽ 1946 വന്ന ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് 3 അംഗങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചു. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 1 പെട്രിക് ലോറൻസ്, 2 സ്റ്റഫോർഡ് ക്രിപ്സ്, 3 AV അലക്സാണ്ടർ. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം ഈ 3 പേരുകളും. കാരണം എന്താണെന്ന് അറിയുന്നത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണ്? ഈ 3 പേരെ പേരും തരും. എന്നിട്ട് വേറെ ഒരു പുറമെയുള്ള ഒരാളുടെ പേര് തരും. എന്ന് ചോദിക്കും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാന്ന് ചോദിക്കും. ഈ 3 ആളുടെ പേര് അറിയുമെങ്കിൽ മാത്രമല്ലേ നമുക്കത് കണ്ടെത്താൻ സാധിക്കൂ. അപ്പൊ പെട്രിക് ലോറൻസ് ചെയർമാനായ കമ്മിറ്റിയിൽ ഉള്ള മറ്റംഗങ്ങളാണ് സ്റ്റഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. അപ്പൊ ലോറൻസിനെ ഓർത്തു വെക്കുക അല്ലെ? ലോറൻസ്, പെട്രിക് ലോറൻസ്
നിങ്ങളുടെ കയ്യിൽ കോഡൊക്കെ ഉണ്ടാവും, ഞാൻ കോഡൊന്നും പറയുന്നില്ല. സ്റ്റഫോർഡ് ക്രിപ്സ് അല്ലെ, AB അലക്സാണ്ടർ. ഓക്കെ, ഞാനത് പഠിക്കാൻ വേണ്ടി പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓർത്ത് വെച്ചത് ഒരു വലിയ ലോറി, ലോറൻസിനെ ഞാനൊരു ലോറി ആയിട്ട് കരുതി. ലോറിയിൽ ആരുണ്ട്? നമ്മൾ അലക്സാണ്ടർ ഉണ്ട്. അലക്സാണ്ടർ ലോറിയിൽ ചിപ്സുമായി പോകുന്നു. ഒരു വലിയ ലോറിയിൽ അലക്സാണ്ടർ ചിപ്സുമായി പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ഈ 3 പേര് ഓർത്ത് വെക്കുക. ഇതൊന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാ? പാട്രിക് ലോറൻസ്, അദ്ദേഹമായിരുന്നു അതിന്റെ ചെയർമാൻ. പാട്രിക് ലോറൻസ്. 2 സ്റ്റഫേർഡ് ക്രിപ്സ്. 3 AB അലക്സാണ്ടർ. ഈ അംഗങ്ങളുടെ പേര് ഓർത്ത് വെക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആരാണ് ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്? അയച്ച പ്രധാനമന്ത്രിയെ ചോദിക്കും. അതുപോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇവിടുത്തെ വൈസ്രോയി ആരായിരുന്നു? അതും ചോദിക്കും. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. എന്നാൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. അക്കാലത്ത് ഇന്ത്യ ഇങ്ങനെ വേവുകയായിരുന്നു അല്ലെ, ഇന്ത്യ വല്ലാതെ വേവുകയായിരുന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി അല്ലെ. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലേക്ക് ക്യാബിനറ്റ് മിഷനെ അയക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവായിരുന്നു. ഇന്ത്യ വല്ലാണ്ട് വേവുകയായിരുന്നു. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ക്ലെമന്റ് ആറ്റ്ലിയും വേവൽ പ്രഭുവും മാറിപ്പോകരുതാ. ഇനി ഇതെന്നാ ഇത് ഇന്ത്യയിലെത്തിയത്? ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഡേറ്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർക്കണം. ഇന്ത്യയിലെത്തിയത് എന്ന് ചോദിച്ചാൽ അതിന് 2 ഉത്തരവുണ്ട്. 1946 മാർച്ച് 23-നും 24-നും. അതെന്താ 2 ഡേറ്റ്? കാരണം അന്ന് ഇന്നത്തെ പാകിസ്ഥാൻ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. സത്യത്തിൽ ഇവർ വന്നത് പാകിസ്ഥാനിലായിരുന്നു അല്ലെ. അതുകൊണ്ട് 23-ാം തീയതി അവർ അന്നത്തെ ഇന്ത്യയിൽ വന്നു. പക്ഷെ സത്യത്തിൽ അന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെത്തിയ ഡേറ്റ് ആണ് നമ്മൾ ഇന്ത്യയിലെത്തിയ ഡേറ്റ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ചു, ക്യാബിനറ്റ് മിഷൻ സംഘം ഇന്ത്യയിലെത്തിയത് എന്ന് ചോദിച്ചാൽ 24 പറയാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയത്, ഇവിടെ നോക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയത് മാർച്ച് 23-നാണ്. അപ്പൊ നോക്കിയ ക്യാബിനറ്റ് മിഷൻ സംഘം ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് മാസം 23-ാം തീയതി എങ്കിൽ ക്യാബിനറ്റ് മിഷൻ സംഘം ഇന്ത്യയിലെത്തിയത്, ഡൽഹിയിലെത്തിയത് 1946 മാർച്ച് 24-നാണ്. കൃത്യമായി ഓർത്ത് വെക്കുക. കുറെ തവണ ഞാൻ ഇതിന്റെ തൊട്ടടുത്ത എപ്പിസോഡ് ഞാൻ പറഞ്ഞു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഈ പറഞ്ഞ ഈ ഒരു ചെറിയ ടോപ്പിക്കിൽ മാത്രം PSC ചോദിച്ചിട്ടുള്ള 40 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടുത്ത അധ്യായത്തിൽ ഞാൻ തരും. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരൊറ്റ ഒരെണ്ണം നിങ്ങൾ തെറ്റില്ല ഈ അധ്യായം വൃത്തിയിൽ ആദ്യ അവസാനം കണ്ടാൽ. അതുകൊണ്ട് ഈ അധ്യായം ആദ്യ അവസാനം കാണുക. തിരക്കുള്ള ആൾക്കാർ ഒന്ന് സ്പീഡാക്കിയിട്ട് താഴെ നിങ്ങൾക്ക് ഇതിന്റെ പ്ലേബാക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കും. ഒന്ന് സ്പീഡ് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ എത്രയാണ്? ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗസംഖ്യ 389 പേരാണ്. ഈ 389 പേരിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്നുള്ളതാണ്. ഇതിന് കൃത്യമായിട്ട് കണക്കുണ്ട്. ഈ കണക്ക് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളതാണ്. ഇനി ബാക്കിയുള്ള അംഗങ്ങൾ, അതായത് 292 പ്ലസ് 4, അതായത് 296 പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ട് 296 പേര്. അതെങ്ങനെ 6 പേര്? ഈ 4 പേരെന്ന് പറയുന്നത് നമുക്കറിയാം ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസിന്റെ ഭാഗമായിട്ടും, എന്നാൽ ഈ 292 ആളുകൾ എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സിന്റെ ഭാഗമായിട്ടുള്ള ആളുകളുമാണ്. 292 ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പ്രത്യേകം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ 4 പേര് നോമിനേറ്റഡ് ആണ്. ഈ 292 പേരാണ് ഇലക്റ്റഡ്. അപ്പോൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഏതാണെന്ന് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് എത്ര പേരുണ്ടായിരുന്നു? അത് 292 ആണ്. ശ്രദ്ധിക്കുക, 292 ആണ്. 4 പേര് നേരത്തെ പറഞ്ഞത് വിഭാഗത്തിൽ നിന്ന്, അതായത് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് എന്നുള്ള
ആളുകളാണ് ഈ പറഞ്ഞ 4 പേര്. അങ്ങനെ 292 ഈ പറഞ്ഞ 93 പേര്, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ നിന്നുള്ളത്. അങ്ങനെ ആകെ എണ്ണം എന്ന് പറയുന്നത് 389. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് എന്നാണ്? ഭരണഘടനയുടെ നിർമ്മാണ സഭ എപ്പോഴാണ് നിലവിൽ വന്നത്? ഈ ഡേറ്റ് ശ്രദ്ധിക്കുക. 1946 ഡിസംബർ 6 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. 46 മാർച്ച് മാസം 24 ഇന്ത്യയിലെത്തി. അതിനുശേഷം 46 ഡിസംബർ 6 എന്ത് നടക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണോ? അതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ട്? ഡൽഹിയിൽ വെച്ചിട്ടാണ്. എന്നാണ്? 1946 ഡിസംബർ 9. ഇപ്പൊ 2 ഡേറ്റുകൾ പ്രധാനപ്പെട്ടതായി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നതെന്ന് 1946 ഡിസംബർ 9. പക്ഷെ അതിനു മുമ്പ് ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. രണ്ടും ഓർത്തു വയ്ക്കുക, രണ്ടും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്കറിയാം, നേരത്തെ നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിൽ കണ്ടു അല്ലെ. അടുത്ത് നോക്കൂ. ആദ്യ സമ്മേളനത്തിൽ 207 പേരാണ് പങ്കെടുത്തത്. അപ്പൊ എത്ര ആൾക്കാരുണ്ടായിരുന്നു? 389 ആൾക്കാരുള്ള ഈ ഒരു കമ്മിറ്റിയിൽ ആകെ പങ്കെടുത്തത് 207 പേരാണ്. കുറെ ആൾക്കാരൊന്നും പങ്കെടുത്തിരുന്നില്ല. കാരണം അന്ന് അക്കാലത്ത് ഇന്ത്യ ഒരു യൂണിയൻ ആവാൻ പോവുകയാണ്. എല്ലാ നാട്ടുരാജ്യങ്ങളും മറ്റുമൊക്കെ ക്രോഡീകരിച്ച ഒരു വലിയ ഒറ്റ രാജ്യമായിട്ട് മാറും എന്നുള്ളത് ഒരുപാട് പേരെ സംബന്ധിച്ച് ഭീഷണിയായിരുന്നു അല്ലെ. ഓരോ പ്രദേശത്ത് നാട്ടുരാജാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അത് വലിയ തരത്തിലുള്ള ഭീഷണിയായിരുന്നു. കാരണം അവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഒരുപാട് പേര് അതൊന്ന് മാറി നിന്നിട്ടുണ്ട്. 207 പേരാണ് ആകെ ഉണ്ടായത്. അക്കൂട്ടത്തിൽ 9 പേര് സ്ത്രീകളായിരുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം 9. ആകെ സ്ത്രീകളുടെ എണ്ണം 17. 17 സ്ത്രീകൾ ഉണ്ടായിരുന്നു. മൊത്തം 389 ആൾക്കാരുണ്ടായിരുന്നു. അതിൽ 17 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ 389 പേരിൽ വെറും 207 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. അതിനകത്ത് 9 പേര് സ്ത്രീകളായിരുന്നു. ഇതോർത്ത് വെക്കുക. അടുത്ത പോയിന്റ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചതാരാ? JB കൃപലാനിയാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളനം 1946 ഡിസംബർ 9 ചേരുമ്പോൾ അതിനെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു. ആദ്യത്തെ അധ്യക്ഷനാണ്, താൽക്കാലിക അധ്യക്ഷനാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ പിന്നീട് അടുത്ത സമ്മേളനത്തിൽ ഒരു സ്ഥിരം അധ്യക്ഷനെ തെരഞ്ഞെടുക്കുകയാണ്. അതാരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഈ പേരുകളൊന്നും മറക്കരുത്. ഇതൊക്കെ ഓർത്തു വെക്കുക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ സമ്മേളനം നടന്നതെന്ന 46 ഡിസംബർ 11. അപ്പൊ ഒന്നാമത് നടന്ന ഏതാ? ഒന്നാമത് ഡിസംബർ 9. രൂപീകരിച്ചതെന്ന ഡിസംബർ 6. ഡിസംബർ 6 രൂപീകരിച്ചു. 9 ഒന്നാം സമ്മേളനം നടന്നു. 11 രണ്ടാം സമ്മേളനം നടന്നു. ഒന്നാം സമ്മേളനത്തിനകത്ത് നേതൃത്വം കൊടുത്തത്, അധ്യക്ഷത വഹിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് എങ്കിൽ രണ്ടാമത്തേത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹം സ്ഥിരം അധ്യക്ഷനായിരുന്നു. ഓക്കെ. അപ്പോൾ ഈ യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ പറഞ്ഞ ഡിസംബർ 11 യോഗത്തിലാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനു മുമ്പ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം സ്ഥിരം അധ്യക്ഷനായിരുന്നെങ്കിൽ ആരായിരുന്നു ഈ യോഗത്തിലെ ഉപാധ്യക്ഷൻ? ഇത് PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. HC മുഖർജി ആണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രണ്ടാമത്തെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഉപാധ്യക്ഷൻ HC മുഖർജി ആയിരുന്നു. HC മുഖർജി, പേര് നോട്ട് ചെയ്ത് വെക്കുക. ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൂന്നാമത്തെ സമ്മേളനം നടന്നെന്ന 1946 ഡിസംബർ 13. ഇപ്പോൾ 6, 9, 11, 13. 6 രൂപീകരിച്ചു. 9 ആദ്യത്തെ സമ്മേളനം, 11 രണ്ടാമത്തെ സമ്മേളനം, 13 മൂന്നാമത്തെ സമ്മേളനം. ഈ 13 സമ്മേളനത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താ പ്രത്യേകത നോക്കൂ. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം, അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ഈ യോഗത്തിലായിരുന്നു.
1946 ഡിസംബർ 13 നടന്ന യോഗത്തിലാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. നോട്ട് ചെയ്ത് നോക്കുക, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്. ഇനി അടുത്ത പോയിന്റ്, ഈ പറഞ്ഞ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ 2 വർഷം അല്ലേ, 2 വർഷം 11 മാസം 18 ദിവസം, 2 വർഷം 11 മാസം 18 ദിവസം ചേർന്നു. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭരണഘടന ഉണ്ടാക്കുകയാണ്. ഒരുപാട് സബ് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി ഭരണഘടന രൂപീകരിച്ചു. ആ ഭരണഘടന പിന്നീട് അംബേദ്കറുടെ നേതൃത്വത്തിൽ ക്രോഡീകരിക്കുകയാണ്. ഓരോന്നിനും ഓരോ കമ്മിറ്റി ഉണ്ടാക്കി എല്ലാവരും ഭരണഘടന, അതത് മേഖലയുമായി ബന്ധപ്പെട്ട ഭരണഘടന രൂപീകരിക്കൂ, കരട് അവതരിപ്പിച്ചു. അത് പിന്നീട് ജനങ്ങൾക്ക് കൊടുത്തു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ അവസാനം ഈ പറഞ്ഞതെല്ലാം കൂടെ ക്രോഡീകരിക്കുന്ന പണി അംബേദ്കറിനായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന, ക്രോഡീകരിക്കപ്പെട്ട ഭരണഘടന അംഗീകരിച്ചത്, പാസ്സാക്കിയത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത്, അംഗീകരിച്ചത് 1949 നവംബർ 26 ശ്രദ്ധിക്കൂട്ടോ. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ വായിച്ചില്ല നമ്മൾ SCRT നവംബർ 26 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26. മറക്കരുത്. ഭരണഘടന ഒപ്പുവെച്ചതെന്നാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചു, അഡോപ്റ്റ് ചെയ്തതിനു ശേഷം, നവംബർ 26 അഡോപ്റ്റ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത വർഷം 1950 ജനുവരി 24 തീയതി എന്ത് ചെയ്തു, എല്ലാവരും ഒപ്പുവെച്ചു. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ്, അഡോപ്റ്റ് ചെയ്തത് നവംബർ 26 1949 ആണെങ്കിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. തൊട്ടടുത്ത ഡേറ്റ് ഞാൻ പറയണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ജനുവരി 26. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്, അഡോപ്റ്റ് ചെയ്തത് 1949 നവംബർ 26. പോയിന്റ് 1. 2, ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24. 3, ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാട്ടോ. നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് ബോറടിക്കുന്നുണ്ടാവും. റിയലി സോറി. അടുത്തത്, റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 26. ഒന്നും അറിയാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ത്രീ പ്രാതിനിധ്യം എത്രയായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 389 ആൾക്കാരുണ്ട്, അതിൽ 17 പേര് സ്ത്രീകളായിരുന്നു. എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നതിൻ്റെ ഇടയിൽ, വിഭജനം നടന്നതിന് ശേഷം പാകിസ്ഥാന് വേറെ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായി. അപ്പോൾ 2 സ്ത്രീകളും ഇതൊന്ന് വിട്ടുപോയി, 2 പേര് പാകിസ്ഥാനിലേക്ക് പോയി, ബാക്കി 15 പേര്. വിഭജനത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? 15 പേരെ ഉണ്ടായിരുന്നു. അപ്പോൾ 17 പേര് ആദ്യം, പിന്നെ 15 ആയി. ഈ 17 പേരുണ്ടായിരുന്നു. ആദ്യത്തെ സമ്മേളനം 9 പേരെ പങ്കെടുത്തുള്ളൂ കേട്ടോ, അതുകൂടെ ഓർത്തിരിക്കണം. അടുത്ത പോയിന്റ്, വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ വനിതകൾ ഇറക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞത് 2 പേര് പോയില്ലേ? ആരൊക്കെ 2 പേര്? ഒന്ന്, ജഹനാര ഷാനവാസ്. 2, ഇത്തിരി വലിപ്പമുള്ള പേരാണ്, ഷെയ്സ്ത സുഹ്റവർദി ഇക്രമുള്ള. ഓർമ്മിക്കാൻ എളുപ്പമുള്ള പേര്. ഇങ്ങനെ വലിയ പേരുകൾ നമ്മൾ പെട്ടെന്ന് ഓർമ്മിക്കും, ചെറിയ പേരുകളാണ് പലപ്പോഴും മറക്കുക. ജഹനാര ഷാനവാസും ഷെയ്സ്ത സുഹ്റവർദി ഇക്രമുള്ള, ഈ പേര് കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്കറിയാം, ഭരണഘടനയുടെ കമ്മിറ്റികളിൽ, സബ് കമ്മിറ്റികൾ, ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം അംബേദ്കറുടെ കീഴിലുള്ളതായിരുന്നു. അതിന്റെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു, ഡോക്ടർ BR അംബേദ്കർ അതിന്റെ ചെയർമാൻ ആയിരുന്നു. ആകെ 7 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 7 അംഗങ്ങളുള്ള കമ്മിറ്റി ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? അപ്പൊ ശ്രദ്ധിക്കണം, 7 അംഗങ്ങളാണ്. അംഗങ്ങളുടെ എണ്ണം 7ആണ്, പക്ഷെ 9 പേരുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നറിയോ? 2 പേര് പിന്നീട് റീപ്ലേസ് ചെയ്ത്, 2 പേർക്ക് പകരം മറ്റ് 2 പേര് വന്നിരുന്നു. അംഗങ്ങൾ അപ്പോഴും 7 തന്നെയായിരുന്നു, പക്ഷെ 2 പേര് റീപ്ലേസ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയായിരുന്നു അംഗങ്ങൾ. 1, ഡോക്ടർ BR അംബേദ്കർ. 2, KM മുൻഷി. 3, മുഹമ്മദ് സാദുള്ള. 4, അല്ലാടി കൃഷ്ണ സ്വാമി അയ്യർ. അടുത്ത് ഗോപാലസ്വാമി അയ്യങ്കാർ. ഇപ്പൊ എത്രയായി? 1, 2, 3, 4, 5, 6.
DP കൈത്താൻ, 7 BL മിത്തർ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൈത്താൻ പിന്നീട് കൈത്താന് പകരം TT കൃഷ്ണമാചാരി വന്നു അല്ലെ. BL മിത്തറിന് ശേഷം അല്ലെ EN മാധവറാവു റീപ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പൊ രണ്ടുപേർക്ക് പകരം അവരുടെ അനാരോഗ്യം കാരണം പിന്നീട് റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഓക്കെ, റിയലി സോറി. പിന്നീട് റീപ്ലേസ് ചെയ്തു, ഈ രണ്ട് ആളുകളെ പിന്നീട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇത് നിങ്ങളൊരു കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. സിമ്പിളായിട്ട് ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് പഠിച്ചാൽ നിങ്ങളത് ഒരിക്കലും മറക്കില്ല കേട്ടോ. വളരെ രസകരമായിട്ടുള്ള കോഡുകളൊക്കെ പല ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുമുണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. ഞാൻ ആ കോഡുകൾ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായ കോഡുകൾ ഉണ്ടാവും. ഈ ആളുകളെ, ഈ 9 പേരും നിർബന്ധമായി പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നു. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും, 4 പേര് തരും, എന്നിട്ട് താഴെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ പെട്ടതാര്, ഇതൊക്കെ ചോദിക്കും തിരിച്ചും മറിച്ചും. അപ്പോൾ ഈ 9 പേരും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും ചെയർമാൻമാരും ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. റൂൾസ് ഓഫ് പ്രൊസീജിയേഴ്സ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജേന്ദ്ര പ്രസാദാണ്. ആഡ്ഹോക്ക് കമ്മിറ്റി ഓഫ് നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നോക്കിയേ, ഇത്രയും കമ്മിറ്റികളുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇത് ഓർത്തു വെക്കാൻ ഒരു മാർഗവുമില്ല, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത നോക്കിയേ, ഹൗസ് കമ്മിറ്റി, വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യയാണ്. ഇത് കൂടാതെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് കമ്മിറ്റിയുടെ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഇത് രണ്ടും വളരെ വൃത്തിയായിട്ട് ഓർത്തു വെക്കുക. അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് ആരായിരുന്നു? KM മുൻഷി ആയിരുന്നു. ഓർഡർ ഓഫ് ബിസിനസിന്റെ ചെയർമാൻ KM മുൻഷി ആയിരുന്നു. നെക്സ്റ്റ്, മൗലിക അവകാശ ഉപദേശ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. PYQ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മൗലിക അവകാശ ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടേത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ട്രൈബൽ കമ്മിറ്റിയുടേത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ന്യൂനപക്ഷ സമിതിയുടേത്, ഇത് PYQ ആണ് കേട്ടോ, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ നിങ്ങൾ നോക്കിയ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കമ്മിറ്റികൾ പഠിക്കണം? മൗലിക അവകാശ ഉപദേശക സമിതി, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, ട്രൈബൽ കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, ഇതെല്ലാം സർദാർ പട്ടേലാണ്. അപ്പോൾ പട്ടേലുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റികൾ പഠിച്ചിരിക്കണം. ഇനി ആരാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്? അംബേദ്കറാണ്. ഇത് എത്ര തവണ PSC ചോദിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അത്രയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാകും. അടുത്തതാണ് ഭാഷാ കമ്മിറ്റി, PYQ ആണ്. ഭാഷാ കമ്മിറ്റി, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആരാ? മൂർത്തി സത്യനാരായണ. മൗലികാവകാശ ഉപകമ്മിറ്റി, നേരത്തെ മൗലികാവകാശ ഉപദേശ കമ്മിറ്റി അല്ലേ, അത് നമ്മൾ പട്ടേലിനെ പഠിച്ചു. അതിന്റെ ഉപകമ്മിറ്റിയുടെ ചെയർമാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, JB കൃപലനിയാണ്. ന്യൂനപക്ഷ ഉപകമ്മിറ്റി മുഖർജിയാണ്. ന്യൂനപക്ഷ കമ്മിറ്റി നേരത്തെ പഠിച്ചു, അതും പട്ടേലായിരുന്നു അല്ലേ. നെക്സ്റ്റ്, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, ഇനിയുള്ള ശ്രദ്ധിക്കണം. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി, ഇതെല്ലാം നെഹ്റു ആയിരുന്നു. അപ്പൊ നെഹ്റുവിന്റെ പേരുള്ള കമ്മിറ്റികളും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ക്രെഡൻഷ്യൽ കമ്മിറ്റി, അല്ലാടിയാണ്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ PYQ ആണ്. ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമ ഉപദേശകൻ? BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തന കമ്മിറ്റിയുടേത് മാവലങ്കാറായിരുന്നു. ഭരണഘടനാ കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യരാണ്. അപ്പൊ അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുടെ ശ്രദ്ധിക്കുക, ഭരണഘടനാ കരട് പരിശോധനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക കമ്മിറ്റി അല്ലാടിയായിരുന്നു. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടിയായിരുന്നു. ക്രെഡൻഷ്യലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്. നമ്മുടെ ദേശീയ പതാകയെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് 47 ജൂലൈ 22-നാണ്. ഈ ഡേറ്റ് നോക്കിയേ, 1947 ജൂലൈ 22-നാണ്. മറക്കരുത്, പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. അതേ ചോദ്യത്തോടൊപ്പം തന്നെ പ്രസക്തമായ മറ്റ് 2 ചോദ്യങ്ങൾ തരാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ ഗീതം, അപ്പോൾ ഇവിടെ ദേശീയ പതാക ജൂലൈ 22, 47. ദേശീയ ഗീതം 1950 ജനുവരി 24. അതുപോലെ ദേശീയ ഗാനം, ഇത് ദേശീയ ഗാനം, ഇത് ദേശീയ ഗീതം. ഓക്കെ, ദേശീയ ഗാനം 1950 ജനുവരി 24. ഇത്രയും പോയിന്റുകൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക.
ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ 1950 ജനുവരി 24 കൃത്യമായിട്ട് ഈ ഡേറ്റുകൾ ഓർത്തു വെക്കുക. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇനി ചില അഡീഷണൽ പോയിന്റുകൾ പറയാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ ആരൊക്കെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഈ പേരുകൾ മറക്കരുത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ 3 പേരുടെ പേര് മറക്കരുത്. ഓക്കെ. അടുത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിതകളിൽ റിപ്പീറ്റ് ചെയ്ത് വന്നാണ്. ട്രാവൻകൂർ മലയാളി വനിതയല്ല, മലയാളികൾ കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ ആരൊക്കെയാണ്? അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം. അതിൻ്റെ ഉള്ളിൽ നിന്നും പരീക്ഷ പഴയ പോലെയുള്ള പരീക്ഷയല്ല PSC ഇട്ടത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദ്യം വരാം. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജ പിള്ള, ആനി മസ്കറിൻ, KA മുഹമ്മദ്, PT ചാക്കോ. ഇത് ഓർക്കണം. ട്രാവൻകൂറിൽ നിന്നുള്ള ആളുകളുടെ പേര് നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ ചോദിക്കും എക്സാമിന്. ഇതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികൾ ട്രാവൻകൂർ ഭാഗത്ത് നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? ഈ പേരുകൾ മറക്കാതിരിക്കുക. അടുത്തത് കൊച്ചിയിൽ നിന്നും P ഗോവിന്ദ മേനോൻ. അത് അവിടെ നിന്നുള്ള ഏക വ്യക്തി ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ കൊച്ചിയിൽ നിന്നുണ്ടായിരുന്ന വ്യക്തി P ഗോവിന്ദ മേനോൻ. മദ്രാസിൽ നിന്നാണ് നമ്മുടെ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ഒക്കെ ഉണ്ടായത്. പിന്നെ AK മേനോൻ, BB പോക്കർ സാഹിബ് ബഹദൂർ, അതുപോലെ KTM മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, അബ്ദുൽ സത്താർ ഹാജി, K മാധവ മേനോൻ. ഓക്കെ. ഇത്രയും പേരുകൾ മറക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒരു 4 തരും. മദ്രാസിൽ നിന്നും ഉണ്ടായിരുന്ന അംഗങ്ങൾ അല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പേര് മദ്രാസിൽ നിന്നുള്ള ആൾക്കാർ തരും. എന്നിട്ട് ഒരാളെ വേറെ ഏതെങ്കിലും ഇടാം. അപ്പം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ കൃത്യമായ ഓരോ ഭാഗത്തുള്ള ആൾക്കാരെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി മനസ്സിൽ പിക്ചറൈസ് ചെയ്ത് വെച്ചോളണം. യുണൈറ്റഡ് പ്രൊവിൻസിന്റെ ഭാഗത്തു നിന്ന് ഡോക്ടർ ജോൺ മത്തായി. ഇദ്ദേഹം മലയാളിയാണ്, പക്ഷെ ഇദ്ദേഹം നമ്മുടെ ഭാഗത്തു നിന്നായിരുന്നില്ല, യുണൈറ്റഡ് പ്രൊവിൻസിന്റെ പ്രതിനിധി ആയിരുന്നതുകൊണ്ട് തന്നെ ആ പേരും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ ഈ ഭാഗത്തു നിന്ന് നിങ്ങളോട് 40 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അത് അടുത്ത വീഡിയോയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗം ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടി ഒരു തവണയെങ്കിലും കണ്ട ഒരാൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അടുത്ത വീഡിയോ, ഇതിൻ്റെ പാർട്ട് 2 കാണാൻ പാടുള്ളൂ. അവിടെ 40 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. 40 എണ്ണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് PSC മുമ്പ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അപ്പോൾ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഈ സീരീസ് ഞാൻ മുഴുവൻ കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ നല്ല സപ്പോർട്ട് അത്യാവശ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം. See you. Bye.